നമസ്കാരം. ഇന്ന് നമുക്കൊരു പോർക്ക് ഫ്രൈ ഉണ്ടാക്കാം. പോർക്ക് ഫ്രൈ എന്ന് പറയുന്നത് എല്ലാവർക്കും വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ചിലവർക്ക് അതിൻ്റെ മസാലകളും ഇൻഗ്രീഡിയൻസുകളും ഒന്നും അതിന് ശരിക്കുള്ളത് എങ്ങനെയാണെന്നറിയില്ല. അത് ഞാൻ പറഞ്ഞു തരാം. അതായത് വളരെ ഈസി, ആർക്കും, അതായത് നമ്മുടെ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഇത് ഉണ്ടാക്കാൻ വളരെ ഈസിയാണ്. നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം. ഇത് നമുക്ക് കഴുകിയിട്ട് നല്ല വൃത്തിയായിട്ട് കഴുകണം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ കൊക്കപ്പഴവിൻ്റെ ഒക്കെ അസുഖം ഉള്ളതാണ്. അത് വെച്ച് കഴിഞ്ഞാൽ വൃത്തിയായിട്ട് കഴുകി ഉപ്പും ഒക്കെ ഇട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് കൊണ്ടുവരാം. എന്താ കഴുകി നല്ല അടിപൊളിയായിട്ട് വൃത്തിയാക്കിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ചെറിയ രക്തമയമൊക്കെ ഉണ്ട്, അത് കുഴപ്പമില്ല. പക്ഷേ നമുക്ക് ചേർക്കാം. ഇതിൽ കുറച്ച് നമുക്ക് ഉള്ള മസാലകളൊക്കെ ചേർക്കണം. ഓക്കെ, മസാല എന്ന് പറയുന്നത് ഇതാ ഒരു സ്പൂണോളം അല്ലെങ്കിൽ 3/4 സ്പൂണോളം നമുക്ക് മഞ്ഞൾപ്പൊടി ഇടാം. ഇത് ഉപ്പോടെ കൊണ്ടുവച്ചിട്ടുണ്ട്, അപ്പോൾ ഉപ്പിടാം. ഇപ്പോൾ വേണം നോക്കിയിട്ട് പിന്നെ നമുക്ക് ചേർക്കാം. ഓക്കെ, ഇനി കാശ്മീരി ചില്ലിയാണ്. ഇതാ കാശ്മീരി ചില്ലി ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്, അപ്പോൾ കാശ്മീരി ചില്ലി നമുക്ക് ഇടാം. ഓക്കെ, അല്ല കുരുമുളക്, അതൊക്കെ കട്ട് ചെയ്ത് ദേശം കുരുമുളക് കൂടെ ഇതിലോട്ട് ആഡ് ചെയ്യാം. ഒരു പിഞ്ച് മതി. പക്ഷെ ഞാൻ ലേശം കുരുമുളക് അധികം ഇടുക, എനിക്ക് കുരുമുളക് വലിയ ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ കുരുമുളക് ഇടും. നമ്മുടെ വീട്ടിലെല്ലാവർക്കും ഇഷ്ടമാണ്, അതുകൊണ്ടാണ്. ഓക്കെ, ഇത് വന്നിട്ട് കുഴച്ച് വെക്കാം. ഇതെല്ലാം കുഴച്ച് നല്ല ഇതാക്കാം. കുഴച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കുക്കറിൽ നമുക്ക് ഇട്ട് ഇതിനെ നല്ല പുഴുങ്ങിയെടുക്കണം. ഒരു 3 വിസിലടിക്കുന്നത് വരെ ഇതിനെ നല്ല അടിപൊളിയായിട്ട് പുഴുങ്ങിയെടുക്കണം. ചെറിയ ചെറിയ മോശമൊക്കെ ഉണ്ട്, അതൊക്കെ നന്നാക്കി ഉണ്ടോ അടിപൊളി. ഇനി കുക്കറിലേക്ക് നമുക്ക് മാറ്റാം. ഇത് കുക്കറിലേക്ക് നമുക്ക് ഇടാം. കുക്കറിലേക്ക് ഇട്ടിട്ട് ബാക്കിയുള്ള മസാലയൊക്കെ നമുക്ക് ഫ്രൈ ചെയ്യുമ്പോഴാണ് ഇടുക. ഓക്കെ, ഇതിൽ കുറച്ച് ഇഞ്ചി ഇടുക, ഇഞ്ചി ഇടണം. കുറച്ചൊരു ഉള്ളി ഇടുക, കുറച്ച് ഈ പച്ചമുളക് 2-3 ഇടുക, കുറച്ച് വെളുത്തുള്ളി ഇടുക. ഇതിനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്, വേറെ ഒന്നും ഉണ്ടായിട്ടല്ല. ഓക്കെ, അതിൻ്റെ ഫ്ലേവർ അതിന് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ഗരം മസാല ഇപ്പം ചേർക്കുന്നില്ല, നമ്മൾ ഗരം മസാല പിന്നെ ചേർക്കും. ഓക്കെ, അപ്പോൾ കുക്കർ നമ്മൾ അടയ്ക്കുന്നു. നമുക്ക് ഇങ്ങനെ ഇതാക്കാം. വന്നിട്ടുണ്ട് കേട്ടോ. ഇതിൽ കുറച്ച് വെള്ളം ഉണ്ടാവും, പിന്നെ ഈ നെയ്യും വെള്ളമൊക്കെ ഉണ്ട്. നെയ്യൊന്നും യാതൊരു കാരണവശാലും കളയരുത്. നെയ്യ് ഭയങ്കര പ്രോട്ടീനുള്ള സാധനമാണ്. നെയ്യ് കളയരുത്. നെയ്യ് എങ്ങനെയാണ് ഞാൻ അതിനെ റിമൂവ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. തീ കത്തിക്കാം, ചീനിച്ചിട്ട് അടുപ്പിലേക്ക് കയറ്റാം. അടുപ്പിന് ശേഷം നമുക്ക് ഈ ഓക്കെ, ഇതിലൂടെ മീറ്റ് മസാല ഇടാം. മീറ്റ് മസാല എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ പൊടിക്കലാണ് സാധാരണ, പക്ഷേ മീറ്റ് മസാല ഇവിടെ കിട്ടാത്തതുകൊണ്ട് നമുക്ക് ഇത് പെരുജീരകത്തിൻ്റെ അളവ് കൂടുതലായതുകൊണ്ട് ഈ മീറ്റ് മസാല ഇടുന്നത്. ഓക്കെ, കുറച്ചിടുക, കുറച്ചിട്ടാൽ മതി, അധികം ഇടുന്നില്ല. ഇനി ആ ശേഷം കരിവേപ്പില ഇടാം. ഇനി നല്ല വൃത്തിക്കൊന്ന് ഇളക്കി കൊടുക്കാം. പ്രശ്നമൊന്നുമില്ല, ഈ എണ്ണയിൽ തന്നെ ഇത് ഫ്രൈ ആയി വറ്റി കിട്ടണം. ഈ എണ്ണയിൽ തന്നെ പറ്റി വരണം. ഇതിന് വേറെ എണ്ണയൊന്നും വേണ്ട. എണ്ണയൊക്കെ റിമൂവ് എങ്ങനെയാണ് ചെയ്യുന്നതൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ എണ്ണയിൽ ഇതാണ് കറക്റ്റായിട്ട് എണ്ണ പറ്റി വന്നു. ഇപ്പോൾ ഇത് തന്നെ വരണ്ട് നല്ല ഫ്രൈ ആയിട്ട് വരണം. അതിന് ശേഷമാണ് പണി. പറ്റി വരും എണ്ണ, ഇങ്ങനെ വേറിട്ട് തന്നെ വരും എണ്ണ. കണ്ടോ, എണ്ണ വരും. ഈ എണ്ണയിലാക്കാണ് നമ്മൾ ഉള്ളി ചേർക്കുക.
ഓക്കെ, ഉള്ളി ചേർക്കാം. ഉള്ളി ചേർത്തു, പച്ചമുളക് ചേർത്തു, വെളുത്തുള്ളി ചേർത്തു, ഇഞ്ചി ചേർത്തു. ഇതോടെ നിൽക്കില്ല, ഇത് അവസാനം ചേർക്കാവുള്ളൂ. ഓക്കെ, ഇങ്ങനെ നമുക്ക് നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഇതിലും കൂടെ ഫ്രൈ ആയി വന്നു. ഓക്കെ, ഇങ്ങനെ ഫ്രൈ ആയി വന്നു കഴിഞ്ഞാൽ എന്ത് വരണം അടിപൊളി. വേറൊന്നും ചേർക്കണ്ട, ഇതിങ്ങനെ ചേർക്കാതെ വെളിച്ചെണ്ണ ഒന്നും ചേർക്കണ്ട. ഇത് കുറച്ചുകൂടെ കരിയാപ്പില ഉണ്ടെങ്കിൽ അവസാനം ചേർത്താലും മതി. നന്നായിട്ട് വെന്ത് വരട്ടെ. ഇങ്ങനെ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഫ്രൈ ആയി നല്ല ഉള്ളിയും വെളുത്തുള്ളിയും അതിൻ്റെ എല്ലാ ഇതിലേക്ക് ഇതാവും. അതിനുശേഷം ഇങ്ങനെ നല്ല ഉറച്ചു വന്ന് ഫ്രൈ ആവും. ഏകദേശം ആയിട്ടുണ്ടെങ്കിൽ നാരങ്ങ പിഴിഞ്ഞ് എടുക്കാം. അരമുറി നാരങ്ങ മതി. 1 കിലോ ചിക്കനിന് അരമുറി നാരങ്ങ ഒഴിക്കുക. നല്ല പുളി ഭയങ്കരമായിട്ട് വരും. ഓക്കെ, ഇത് മൂടുക. അതിന് ശേഷം ഒരു പാത്രം എടുത്തിട്ട് അതിനെന്ത് ചെയ്യണം, ഓഫ് ചെയ്യുക. ഓഫ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യണം, ചെറിയ ശേഷം ഇതിലേക്ക് എണ്ണ കൂടുതൽ പോകാൻ പാടില്ല, എണ്ണ ഇറച്ചി പോകാനും പാടില്ല. അപ്പോൾ അത് അല്ലേ ഇങ്ങനെ ഫുൾ ഓയിലും ഇങ്ങോട്ട് ഊറ്റിയെടുക്കുക. ഫുള്ള് ഊറ്റിയെടുക്കുക. ഊറ്റിയെടുത്ത ശേഷം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോകാനുണ്ടെങ്കിൽ എല്ലാം പോകണം. അത് ഇപ്പോൾ ഇതിലുള്ള ഇറച്ചിയിലുള്ള എല്ലാ ഓയിൽസും പോയ ശേഷം നമുക്ക് ഇതിനെ തുറന്നു നോക്കാം. ആകെ കിട്ടിയ ഓയിലാണിത്. ഈ ഓയിൽ നമുക്ക് വേണ്ട, ഇത് കളയുക. ഇത് കളഞ്ഞു കഴിഞ്ഞാൽ നല്ല. അതിന് ശേഷം മല്ലിയില വിതറുക. ഓക്കെ, മല്ലിയില വിതറിയ ശേഷം ഇളക്കിയെടുത്ത അടിപൊളി പോർക്ക് ഫ്രൈ റെഡി. എല്ലാവരും പോർക്ക് ഫ്രൈ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി രുചിയാണ്, നല്ല ഇതാണ്. എണ്ണകളോ മറ്റു കാര്യങ്ങളോ പുറത്ത് ഒരു ഓയിലും ഇതിൽ ആഡ് ചെയ്യരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഓക്കെ, ബൈ.